നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ബുദ്ധിയുണ്ടെങ്കിൽ ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സാറാ ജോസഫ്. സർക്കാർ മർക്കടമുഷ്ടി വെടിയണമെന്നും സാറാ ജോസഫ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അടച്ചുപൂട്ടിയ വിരൂപാക സ്പിന്നിംഗ് മിൽ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ധാരണയായി. സംസ്ഥാന സർക്കാർ 1 കോടി രൂപ അനുവദിച്ചു. മെയ് 1 മിൽ തുറന്ന് പ്രവർത്തിപ്പിക്കാനാണ് നീക്കം. വേലൂർ പഴുവൂർ ഇടിക്കുന്നിയിൽ മണ്ണിടിഞ്ഞ് പാറകളും മരങ്ങളും റോഡിലേക്ക് വീഴുന്നത് പതിവാകുന്നു. റോഡിന് ഇരുവശം സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ. പീച്ചി ഡാം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർത്തിയിട്ടിരിക്കുന്ന സ്വകാര്യ ബസിന് മുകളിലേക്ക് മരക്കൊമ്പൊടിഞ്ഞു വീണ് ബസിന്റെ മുകൾ ഭാഗം തകർന്നു. പീച്ചി തൃശൂർ റൂട്ടിലോടുന്ന മോൻസി ബസിന് മുകളിലാണ് മരം വീണത്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ നടൻ ഷൈൻ ടോം ചാക്കോ ആലപ്പുഴ എക്സൈസിന് മുൻപാകെ ഹാജരായി. നടൻ ശ്രീനാഥ് ബാസിയെയും മോഡൽ സൗമ്യയെയും എക്സൈസ് ചോദ്യം ചെയ്തു. റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് വേടനടക്കം 9 പേരെ ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈശാഖ പുണ്യമാസാചരണത്തിന് തുടക്കമായി. ബലരാമ ജയന്തി കൂടിയായ അക്ഷയ തൃതീയ ബുധനാഴ്ച ആഘോഷിക്കും. വൈശാഖ മാസാചരണം മെയ് 26 സമാപിക്കും. ഗുരുവായൂർ ദേവസ്വം 4ാമത് അഷ്ടപതി സംഗീതോത്സവം തുടങ്ങി. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലെ അഷ്ടപതി സംഗീതോത്സവ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭദ്രദീപം തെളിയിച്ചു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദി ആക്രമണത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് തീവ്രവാദ വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് മുൻപിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ഉപാധ്യക്ഷൻ ബാലൻ വാറനാട്ട് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി നെല്ലുവ യൂണിയൻ ഓഫീസിന് സമീപം റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ സ്കൂട്ടർ ഇടിച്ച് കാൽനട യാത്രികന് പരിക്കേറ്റു. നെല്ലുവായ് കള്ളിക്കാട്ടിൽ ഭാസ്കര നിലയം വീട്ടിൽ മോഹനകൃഷ്ണ മേനോനാണ് പരിക്കേറ്റത്. പാട്ടുപീടികയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ സംഗീത കൂട്ടായ്മ അഡ്വക്കേറ്റ് NK സുബൈദ് അനുസ്മരണം സംഘടിപ്പിച്ചു. ഹൈക്കോടതി ജസ്റ്റിസ് മുരളി പുരുഷോത്തമൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മതിലകം യൂണിറ്റ് സ്വന്തം കെട്ടിടത്തിൽ വ്യാപാര ഭവൻ തുറന്നു. മതിലകം വ്യാപാര ഭവന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് നിർവഹിച്ചു. വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് STPI പാവറട്ടി പഞ്ചായത്ത് കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. ചുക്കുബസാറിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മരുതയൂർ കവലയിൽ സമാപിച്ചു. ജില്ലാ പ്രസിഡന്റ് KV നാസർ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് വില്ലേജ് പ്രദേശത്തേക്ക് അനുവദിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കുള്ള അനുസ്മരണം രാഷ്ട്രീയ സംഗമവും നടത്തി. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ ഉദ്ഘാടനം ചെയ്തു. നാവിൽ രുചിയേറും വിഭവങ്ങളുമായി തൃശൂർ നഗരത്തിലെ മാങ്ങാമേളയ്ക്ക് തുടക്കമായി. തൃശൂർ അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് മാങ്ങാമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മേള നാളെ സമാപിക്കും. CPI വെങ്കിടം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. പൊതുസമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് പാവറട്ടി റോയലിന്റെ നേതൃത്വത്തിൽ പറപ്പൂരിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി നിർവഹിച്ചു. തലപ്പള്ളി NSS താലൂക്ക് യൂണിയനിലെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC+1+2 വിദ്യാർത്ഥികൾക്കായി അൺലോക്കിംഗ് ദ ഫ്യൂച്ചർ എന്ന പേരിൽ തുടർ പഠന സാധ്യതകളെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. കൃഹേഷ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു.
ചേറ്റുവ മഹൽ ജുമാ മസ്ജിദിൽ മഹറും ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ സ്ഥാപിച്ച ദിക്കറിന്റെ 64ാമത് വാർഷികാഘോഷവും ഭക്ഷണ വിതരണവും നടത്തി. ദിക്കർ മജ്ലിസിനും കൂട്ടപ്രാർത്ഥനയ്ക്കും മഹൽ ഖത്തീബ് സലീം ഫൈസി അടിമാലി, അബ്ദുൾ റഫൂഫ് ബാഖവി ആലത്തിയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ വടക്കമുറി ഗ്രാമീണ വായനശാലയുടെ 51ാം വാർഷികം ആഘോഷിച്ചു. റീക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാർഷികാഘോഷം തൃശൂർ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ SN പുരം റൈഡേഴ്സിന്റെ 3ാമത് വാർഷികാഘോഷം TX ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അനുകാരണത്ത് അധ്യക്ഷത വഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോടാലി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കോടാലി GLP സ്കൂളിൽ കളിയരങ്ങ് ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. 3 മുറി 9 ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. കൽപ്പകശ്ശേരി വേണു മുസാദായിരുന്നു മുഖ്യചാരൻ. പഴുവിൽ മാധവ മാരാർ സ്മാരക സ്കന്ദ പുരസ്കാരം അന്തിക്കാട് കൃഷ്ണപ്രസാദിനും വെള്ളാങ്കല്ലൂർ അനൂപിനും കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ KK വിഷ്ണു ഭാരതീയസ്വാമി സമ്മാനിച്ചു. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പള്ളിവേട്ട ചടങ്ങിൽ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ് അധ്യക്ഷത വഹിച്ചു. ചാമക്കാല ഹരിശ്രീ അങ്കണവാടിയുടെ വാർഷികാഘോഷവും വിരമിക്കുന്ന ഹെൽപ്പർ ഓമന സുധാകരന് യാത്രയയപ്പും നൽകി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. KPMSന്റെ 54ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ നടന്നു. ജനറൽ സെക്രട്ടറി KA തങ്കപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി വെങ്കിടങ് ശാഖയുടെ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വെങ്കിടങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായിരുന്നു. ചാലക്കുടി ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി നാരായണദാസിനെ ബംഗളൂരുവിൽ നിന്ന് പോലീസ് പിടികൂടി. പ്രതിയെ നാളെ നാട്ടിലെത്തിക്കുമെന്ന് പോലീസ്. തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം തൃശൂരിൽ നടന്നു. തൃശൂർ ശ്രീശങ്കര ഹാളിൽ നടന്ന സംഗമം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് PN നഗരേഷ് ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ സന്ദേശം ആളുകളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി പൂരമാണ് ലഹരി എന്ന മുദ്രാവാക്യവുമായി എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ ഘടകപൂരങ്ങളുടെ മാതൃകയിൽ ചെറുസംഘങ്ങളുടെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ എന്നിവർ പൂരം സ്പെഷ്യൽ റണ്ണിന്റെ ഭാഗമായി അയ്യന്തോൾ മുതൽ തെക്കേ ഗോപുര നട വരെ ഒരുമിച്ചോടി ലഹരി വിരുദ്ധ സന്ദേശം നൽകി. കഴിമ്പ്രത്ത് കുതിരയെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചതായി പരാതി. ചാമക്കാല സ്വദേശി വെലിപ്പറമ്പിൽ അക്ബറിന്റെ കുതിരയ്ക്ക് നേരെയാണ് കല്ലേറുണ്ടായത്. CPI കയ്പമംഗലം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. പൊതുസമ്മേളനം CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 87ാം വാർഷികാഘോഷവും മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കാട്ടാക്കാമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ER രേഷ്മ അധ്യക്ഷത വഹിച്ചു. 29 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിൽ നിന്നും വിരമിക്കുന്ന വട്ടായ അംഗൻവാടി ടീച്ചർക്ക് അംഗൻവാടി വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും ചലഞ്ചേഴ്സ് AG ഗ്രൂപ്പും സംയുക്തമായി യാത്രയയപ്പ് നൽകി. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ഗുരുവായൂരിൽ നടന്നു. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം നാളെ സമാപിക്കും. തൃശൂർ പൂരത്തിലെ ഘടകക്ഷേത്രങ്ങൾക്കുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ധനസഹായം വിതരണം ചെയ്തു. തൃശൂർ ചിന്മയ മിഷൻ നീരാഞ്ജലി ഹാളിൽ നടന്ന ചടങ്ങ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കാട്ടൂർ കോപ്പറേറ്റീവ് ബാങ്കിലെ അഴിമതിക്കെതിരെ BJP കാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് KA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.